ജനങ്ങളുടെ ചോരയോ ശരീരത്തിലോ അഭിമാനത്തിലോ കൈയിട്ട് വാരരുത്. ജനങ്ങളെ ആരെയും നമ്മൾ വിചാരണ ചെയ്യരുത്. ഒരാളെക്കുറിച്ചും മോശമായ അഭിപ്രായം പറയരുത്. ഇതൊക്കെ ശരീഅത്തുൽ ഇസ്ലാം പറയണത്. യൂട്യൂബ് നടത്തുന്നവർക്ക് പിന്നെ അതൊന്നും ബാധകമല്ലല്ലോ. സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഉണ്ടാക്കി വിടുന്നവരിപ്പോൾ എന്ത് കാര്യം? 4 സമസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് വ്യൂവേഴ്സിന് കിട്ടിക്കഴിഞ്ഞാൽ അവന് രക്ഷപ്പെട്ടു എന്ന് അവന് വിചാരിക്കണത്. അത് ഇവിടെ രക്ഷപ്പെടൂല. ഒരു ഖഡ്ഗമണി അത്ര നിങ്ങൾ അനീതി ചെയ്തിട്ടുണ്ടോ, നുണ പറഞ്ഞിട്ടുണ്ടോ, അതിന് അല്ലാഹുവിൻ്റെ മുമ്പിൽ വിചാരണയ്ക്ക് വിധേയമാക്കേണ്ടി വരും. പരിശുദ്ധമായ അറഫ മൈതാനത്തിലെ ഹബീബിൻ്റെ അന്ത്യപ്രഭാഷണം നടക്കുകയാണ്. ഹബീബിൻ്റെ വിടവാങ്ങൽ പ്രസംഗം നടക്കുകയാണ്. ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അഅറാദക്കും ഹറാമുൻ അലൈക്കും. ജനങ്ങളെ, 1,23,000 സ്വഹാബികൾ എന്നിവിടെ ഉണ്ടെന്നാണ്, അല്ല 24,000, രണ്ട് അഭിപ്രായങ്ങളാണ്. 1,23,000 സ്വഹാബികളെ നോക്കിയിട്ടാണ് പുണ്യനബി പറയുന്നത്, ജനങ്ങളെ, നിങ്ങളുടെ അഭിമാനം പവിത്രമുള്ളതാണ്. നിങ്ങളുടെ സമ്പത്ത് അന്യായമായിട്ടെടുക്കൽ നിങ്ങൾക്ക് ഹറാമാണ്. നിങ്ങളുടെ രക്തം പരസ്പരം നിങ്ങൾക്ക് ഹറാമാണ്. ഒരാളെയും വേദനിപ്പിക്കാനോ ഒരാളുടെയും ജീവൻ എടുക്കാനോ ഉപദ്രവിക്കാനോ നിങ്ങൾക്ക് അധികാരമില്ല. അല്ലാഹ് അധികാരം തന്നിട്ടില്ല. തലയിൽ ഇബ്ലീസ് കയറുമ്പോൾ ദേഷ്യം വരുമ്പോൾ മനുഷ്യൻ അടിപിടി ഉണ്ടാക്കുന്നു. ചെയ്യാൻ പാടുണ്ടോ? പാടില്ലാത്തതാണ്. സമ്പത്തും നിങ്ങൾക്ക് ഹറാമാണ് അവരുടെ സമ്മതമില്ലാതെ. വഅറാദകും ഹറാം, നിങ്ങളുടെ അഭിമാനവും ഹറാമാണ്. ഒരാളുടെയും അഭിമാനം പിച്ചു ചീന്തുക പാടില്ലാത്തതാണ്. ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി പറയട്ടെ, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾ മുസ്ലിമീങ്ങളും അള്ളാനെ പേടിക്കുന്നവരുമാണെങ്കിൽ മാത്രം കേട്ടേക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കൂല എന്ന് പറയാം. അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണെങ്കിൽ അറിയണം, ഒരു മനുഷ്യനെയും അഭിമാനം പിച്ചു ചീന്തുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല. എന്തേ? വിചാരണ ചെയ്യാൻ നിങ്ങളെയല്ല അള്ളാഹു ഏൽപ്പിച്ചത്, അത് അള്ളാഹു നേരിട്ട് ഏറ്റെടുക്കുന്ന വിഷയമാണ്. നിങ്ങളുടെ കണ്ണിൽ മോശക്കാരനായ ഒരാൾ അള്ളാഹിൻ്റെ കയ്യിൽ ഏറ്റവും നല്ല മനുഷ്യനായിരിക്കും. നിങ്ങളുടെ കണ്ണിൽ നല്ലവനായ ഒരാൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിൽ മോശക്കാരനായിരിക്കും. ആരാണ് നല്ലത്, ആരാണ് ചീത്തയെന്നറിയുന്നത് അള്ളാഹുവിന് മാത്രമാണ്. അതുകൊണ്ട് ആരെയും നിങ്ങൾ ഇവിടെ നിന്ന് ചാപ്പകുത്തരുത്, വിചാരണ ചെയ്യരുത്. ഫോട്ടോകൾ ക്ലബ് ചെയ്തിട്ട്, ഫോട്ടോകൾ എടുത്തുകൊണ്ട് വന്നിട്ട്, വീഡിയോകൾ മിക്സ് ചെയ്തിട്ട്, മോർഫ് ചെയ്തിട്ട്, ഇല്ലാത്തതിനെ കൂട്ടിപ്പറഞ്ഞിട്ട്, പച്ച നുണ ഹെഡിങ് ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ നുണ പറയുന്നത് അള്ളാഹു കേൾക്കുന്നു, കാണുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അള്ളാഹു ഇത് കാണുന്നില്ലയോ? അള്ളാഹു കേൾക്കുന്നില്ലയോ? ഇന്ന ദിമാഅക്കും അംവാലക്കും അഅറാദക്കും ഹറാമുൻ അലൈക്കും. ബലിപെരുന്നാളിൻ്റെ ദുൽഹിജ്ജ 10ന്റെ പവിത്രത പോലെ, ഹജ്ജിൻ്റെ പവിത്രത പോലെ, ദുൽഹിജ്ജ മാസത്തിൻ്റെ പുണ്യം പോലെ പരിശുദ്ധമായ ബലദുൽ ഹറാം, അള്ളാഹുവിൻ്റെ പ്രൊട്ടക്റ്റഡ് സാങ്ച്വറിയാണ് പരിശുദ്ധമായ ഹറം. ഹറമിൻ്റെ പവിത്ര പോലെ ഓരോ മുഅ്മിനായ മനുഷ്യൻ്റെയും അഭിമാനം അള്ളാഹു പവിത്രമാക്കിയതാണ്. അത് നിങ്ങളെടുത്ത് പിച്ചു ചീന്തുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല. സാധാരണക്കാരൻ്റെതോ ആലിമിൻ്റെയോ തങ്ങളുടേതോ സയ്യിദിൻ്റേതോ ആരുടേതോ ആവട്ടെ, നിങ്ങൾ ചെയ്യുന്നത് നല്ല പണിയാണെന്ന് നിങ്ങൾക്ക് തോന്നുകയോ നിങ്ങളത് വാദിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും, നിങ്ങൾക്ക് തോന്നുന്നത് നല്ല കാര്യം അല്ലാതെ നല്ല കാര്യമല്ല. അതിൻ്റെ ബാബുകളും ഹദീസുകളും കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അത്രമേൽ ഗൗരവമാണ് ഒരു മനുഷ്യൻ്റെ അഭിമാനം. നമ്മുടെ ഒരു വാക്കുകൊണ്ട്, നമ്മുടെ ഒരു നോട്ടം കൊണ്ട് പോലും ഒരു മുഅ്മിനായ മനുഷ്യനെയും ചെറുതായി കാണിക്കുന്നത്, ഒരു മനുഷ്യന് മലയോളം പാപങ്ങൾ കിട്ടാൻ അതുതന്നെ മതിയെന്ന് പറഞ്ഞതാണ് നമ്മുടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, കാന ഖുലുഖു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖുർആൻ. അതുകൊണ്ട് ഈ ഖുർആനിൻ്റെ സ്വഭാവ ഗുണങ്ങൾ, കിബറില്ലാത്ത, അസൂയയില്ലാത്ത, അനീതി ചെയ്യാത്ത, പരസ്പരം അഭിമാനം പിച്ച് ചീന്താത്ത ഒരു സമൂഹമാണ് നബി തങ്ങൾ വിഭാവനം ചെയ്യുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയായിരിക്കണം നമ്മുടെ മഹല്ലുകൾ, അങ്ങനെയാണ് നമ്മുടെ കുടുംബങ്ങൾ ഉണ്ടാവേണ്ടത്, അങ്ങനെയാണ് നമ്മുടെ നാടാവേണ്ടത്. നമ്മുടെ സോഷ്യൽ മീഡിയകളുടെ പ്ലാറ്റ്ഫോമുകൾ അങ്ങനെയാണ് ഉണ്ടാകേണ്ടത്. എത്ര മനോഹരമായിരിക്കും! നന്മയും പോസിറ്റിവിറ്റിയും
മനുഷ്യന് വിതരണം ചെയ്യുന്ന, മനുഷ്യനെ പഠിപ്പിക്കുന്ന, നന്മകൾ ചൊരിഞ്ഞു കൊടുക്കുന്ന വലിയൊരു അനുഗ്രഹമല്ലയോ സോഷ്യൽ മീഡിയ? അത് എത്ര മനോഹരമായി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതിലൊക്കെ വിസർജ്യങ്ങൾ കൊണ്ടുപോയിടുന്നവർ, അതിലൊക്കെ മാലിന്യങ്ങൾ കൊണ്ടുപോയിടുന്നവർ, അതൊക്കെ മനുഷ്യനെ അപമാനിക്കാൻ മാത്രമുള്ള മീഡിയകളായി ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ളവയായി മാറ്റുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ അള്ളാഹുവിൻ്റെ നിയമത്തിനെതിരാണ് നമ്മൾ ആ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാലാ, ആരാണ് ഏറ്റവും നഷ്ടപ്പെട്ടു പോകുന്ന, ഒരു ലാഭവുമില്ലാത്ത പണി ചെയ്യുന്നത് എന്ന് പറഞ്ഞു തരട്ടെയോ? വിശുദ്ധ ഖുർആൻ ചോദിക്കുക, സൂറത്തുൽ കഹഫ്, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാലാ അല്ലദീന ضل സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയാ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. ചെയ്യുന്നത് തെറ്റാണ്, അവർക്ക് തോന്നുന്നു ഞങ്ങൾ ചെയ്യുന്നത് സത്യമാണ്, നല്ലതാണ്. അവരാണ് പരാജയപ്പെട്ടവരെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ വചനങ്ങൾ, അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഓതിത്തന്നിട്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണേ, അമലുകൾ നഷ്ടപ്പെട്ടു പോകാൻ കാരണങ്ങളാവരുത്. നമ്മുടെ അമലുകൾ നഷ്ടപ്പെടുക മാത്രമല്ല, മറ്റുള്ളവരുടെ തെറ്റ് നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. ഒരു ബുദ്ധിമാനി എങ്ങനെയാണോ ചെയ്യേണ്ടത്? നമ്മുടെ മുമ്പിൽ ചില ആളുകൾ മോശക്കാരായിരിക്കും, അള്ളാഹു അവരുടെ മോശങ്ങളായിരിക്കും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടാവുക. ആ മനുഷ്യൻ്റെ നന്മകൾ നമുക്ക് അറിയുക പോലും ഉണ്ടാവില്ല. അള്ളാഹുവിൻ്റെ കണക്കിൽ ആ മനുഷ്യൻ സ്വാലിഹാണോ അല്ല ത്വാലിഹാണോ ഇത് റബ്ബിനെ അറിയുള്ളൂ. നമ്മളാരും ഒരാളെ പറ്റിയും മോശം വിചാരിക്കരുത്. വിചാരണ അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അത് അള്ളാഹു നാളെ തീരുമാനിക്കാൻ പോകുന്നതാണ്. നമ്മളൊന്നും ഒരാളുടെ വിഷയത്തിലും ഒരു വാക്ക് പോലും പറയാൻ കഴിയാതെ അവനവൻ്റെ വിഷയങ്ങളിൽ വിചാരണ കേൾക്കാൻ കാത്തിരിക്കുന്നവരാണ് നാളെ. അള്ളാഹു നാളത്തെ ദിവസം നമുക്ക് എളുപ്പമാക്കി തരട്ടെ. വിചാരണ അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. സ്വർഗം അള്ളാഹു നമുക്ക് കിട്ടാൻ അള്ളാഹു അതിൻ്റെ അസ്ബാബുകൾ നമുക്ക് എളുപ്പമാക്കി തരട്ടെ. പുണ്യനബിയുടെ ശഫാഅത്ത് കൊണ്ട് അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.